നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിട്ടയർ ആവണമെന്നുണ്ടോ? റിട്ടയർ ആണെങ്കിൽ എപ്പോഴും ജോലിക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജോലിക്ക് പോയിട്ടൊന്നും കാര്യമില്ല. അതിന് ഏറ്റവും നല്ല വഴി നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നല്ല ഷെയറുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. അതും വെറും ഷെയറുകളല്ല, നല്ല ഡിവിഡൻഡ് ഷെയറുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതും വെറും ലോക്കലോ അല്ലെങ്കിൽ നാഷണലോ ആയിട്ടുള്ള അല്ല, നല്ല ഇന്റർനാഷണൽ ലെവലുള്ള ഡിവിഡൻഡ് ഷെയറുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിലും ഡിവിഡൻഡ് ഷെയർ മേടിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കോടീശ്വരനാകാനുള്ള സാധ്യതയും ഈ ഡിവിഡൻഡ് ഷെയറിന് അല്പം കൂടി ഉയർന്നതാണ്. അതുമാത്രമല്ല, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിവിഡൻഡ് ഷെയറുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഡിവിഡൻഡ് ഷെയറുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഇത് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും ഇതിന്റെ ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഷെയറും അതുപോലെ പ്രോഫിറ്റ് കിട്ടാനും മന്ത്ലി ഇൻകം കിട്ടാനും ഡിവിഡൻഡ് ഷെയർ നിങ്ങളെ നന്നായി സഹായിക്കുന്നുണ്ട്. ആദ്യത്തെ ഡിവിഡൻഡ് ഷെയർ ആണ് CVXന്റെ ഷെയറുകൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഷെയറിന് ഏകദേശം 4% ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോ മാസവും ഇൻകം ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ ഈ ഡിവിഡൻഡ് ഷെയറിന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും ഏകദേശം 35,000 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യാതെ പണിക്കും പോകാതെ വീട്ടിൽ ഇരുന്ന് 35,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ CVX ഷെയറുകൾ ഉടനെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. കാരണം 100% നിങ്ങൾക്ക് സേഫ് ആയിരിക്കാം ഇത്. എന്നാൽ പോലും റിസ്കുകൾ ഇതിനകത്തുണ്ട്. അതെല്ലാം അന്വേഷിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള എന്നാൽ ആരോഗ്യത്തിന് ഹാനികരമായ നമ്മുടെ സ്വന്തം കൊക്കക്കോള. കൊക്കക്കോളയിൽ നിങ്ങൾ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2% റിട്ടേൺസ് ലഭിക്കുന്നുണ്ട്. അതായത് 5 ലക്ഷം തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15,000 രൂപ വെച്ചാണ് നിങ്ങൾക്ക് ഇൻകം ആയിട്ട് ലഭിക്കുന്നത്. അടുത്തത് നമ്മുടെ സ്വന്തം പെപ്സിയാണ്. പെപ്സിയിലും ഏകദേശം 3.25% നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ ഇട്ടാൽ 3,000 രൂപ കിട്ടും, 2 ലക്ഷം ഇട്ടാൽ 6,000 കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഇടുന്നോ അത്രയും നിങ്ങൾക്ക് ലാഭം കിട്ടും. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും കുത്തക കമ്പനിയായ ആപ്പിൾ ആണ്. ആപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നിരവധി ആളുകൾ അതിന്റെ ഷെയർ മേടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയറുകളെല്ലാം നല്ല രീതിയിൽ വിറ്റ് പോകുന്നുമുണ്ട്. അതിനാൽ തന്നെ ഷെയറുകൾ വിൽക്കുന്നത് വളരെ കുറഞ്ഞെടുത്ത് തുകയ്ക്കാണ്. 0.2% ആയിരിക്കും ഇതിന് കിട്ടുന്ന റിട്ടേൺസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒത്ത പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100% ഇത് നിങ്ങൾക്ക് സേഫ് ആണ്. സേഫ് ആയിട്ട് തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആപ്പിള് ഒരിക്കലും താഴത്തില്ല. ആപ്പിൾ എപ്പോഴും മേളിലോട്ട് തന്നെ കുതിച്ചുകൊണ്ട് പോവുകയാണ്. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റാർബക്സ് ആണ്. സ്റ്റാർബക്സും ഏകദേശം 2.5% ഡിവിഡൻഡ് ആയിട്ട് നൽകുന്നത്. സ്റ്റാർബക്സിന്റെ ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിലും അവർക്ക് കൃത്യമായ റവന്യൂ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഷെയർ മാർക്കറ്റുകളുടെ വ്യതിയാനങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഇത് നഷ്ടത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതും 100% സേഫ് ആണ്. അടുത്തത് MRK എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇവരും നമുക്ക് ഏകദേശം 2.5% ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഇവരും നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് തന്നെ നമുക്ക് റിട്ടേൺസ് തരുന്ന ഒരു കമ്പനികളിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിന് അത്യാവശ്യം നല്ല ആരാധകരുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വ്യൂവേഴ്സും ഉള്ളതാണ്. നല്ല റിട്ടേൺസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.5% തന്നെ റിട്ടേൺസ് നെറ്റ്ഫ്ലിക്സ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നുള്ള കാര്യത്തിൽ ഷുവറുമാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്ഡൊണാൾഡ്സ് ആണ്. മക്ഡൊണാൾഡ്സിന്റെ ഈ ഷെയറുകൾ വൻ ഉയരത്തിലാണ് ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ഇപ്പോൾ തന്നെ കോടീശ്വരന്മാരെ ആയിക്കഴിഞ്ഞു. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.5% റിട്ടേൺസ് മക്ഡൊണാൾഡ്സും നമുക്ക് ഓഫർ നൽകുന്നുണ്ട്. അടുത്തത് ഈ കൂട്ടത്തിലെ കൊമ്പനാണ്. UPS അല്ലെങ്കിൽ അപ്സ് എന്നാണ് ഈ കമ്പനിയെ വിളിക്കുന്നത്. കമ്പനിയെ പറ്റി എത്ര പേർക്ക് അറിയാതെ എനിക്കറിയില്ല. ഒരു കിടുക്കാച്ച് കമ്പനി തന്നെയാണിത്. കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിവിഡൻഡ് ഷെയറിൽ നൽകുന്നത് ഇവരാണ്. ഏകദേശം 5% ഇവർ നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് നൽകുന്നത്. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കും. ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് നിങ്ങൾക്ക് തരുന്നത് ഈ കമ്പനിയാണ്. നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഏതും മേടിക്കാൻ, എന്നാൽ പോലും ഈ ഒരു കമ്പനിയുടെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെക്കാളും പെട്ടെന്ന് ഒരു കോടീശ്വരനാകാം.